സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ കല്യാണം കഴിക്കേണ്ടി വരുന്ന ഒരു പെണ്ണിൻ്റെ ഗതികേട് ആ വീട്ടിലാരും മനസ്സിലാക്കിയില്ല. ആരും അവളുടെ തീരുമാനങ്ങളോ അവളുടെ അഭിപ്രായങ്ങളോ ചോദിച്ചില്ല. അവരുടെ ആഗ്രഹങ്ങളെല്ലാം അവളിലേക്ക് അടിച്ചേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് കേൾക്കുക. അങ്ങനെ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടന്നു. ആൾക്കാരെയെല്ലാം വിളിച്ചു. ഓരോ കാര്യങ്ങൾ അവർ ചെയ്തു തീർത്തുകൊണ്ടേയിരുന്നു. വസ്ത്രങ്ങൾ എടുക്കാൻ പോകാനുള്ള സമയമായി. അങ്ങനെ അവർ ഷോപ്പിലേക്ക് പുറപ്പെട്ടു. അച്ഛനാണ് കാർ ഓടിച്ചത്. ഫ്രണ്ട് സീറ്റിൽ അമ്മ, ബാക്ക് സീറ്റിൽ രവിയും രമ്യയും. അങ്ങനെ അവർ ഷോപ്പിലേക്ക് പുറപ്പെട്ടു. മാക്സിമം രമ്യ ഒരുപാട് ഒതുങ്ങിയിരുന്നു. അത് രവിക്ക് മനസ്സിലായി. തൻ്റെ ശരീരത്ത് സ്പർശിക്കാതിരിക്കാനാണ് അവൾ ഒരുപാട് ഒതുങ്ങുന്നത്. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരിക്കാനൊന്നും ശ്രമിച്ചില്ല. കാര്യം അവൾ അതിനോട് പാകപ്പെട്ട് വരുന്നതേ ഉള്ളൂ. താല്പര്യമില്ല എന്ന് അവനറിയാം. മാറമായിരിക്കാം. അവൻ അവളെ ഒന്നിനും നിർബന്ധിച്ചില്ല. അങ്ങനെ ഷോപ്പെത്തി. അവരെല്ലാവരും കാറിൽ നിന്നിറങ്ങി. അവൾ നിർവികാരയായി നോക്കിക്കൊണ്ട് നിന്നതല്ലാതെ അവൾക്ക് ഒന്നിനും ഒരു ഊർജ്ജസ്വലതയോ സന്തോഷമോ ഉണ്ടായിരുന്നില്ല. വസ്ത്രങ്ങളെല്ലാം അവരവർ തന്നെ സെലക്ട് ചെയ്തെടുത്തു. അവൾ അഭിപ്രായങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നും പറഞ്ഞില്ല. രവി അവളെ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചു. അവൾക്ക് നല്ല മാറ്റമുണ്ട്. പണ്ട് ഏട്ടാ എന്ന് വിളിച്ചു വരുന്ന ആ പെണ്ണല്ല. തൻ്റെ ഭാര്യയാകുന്നതിൻ്റെ ആയിരിക്കാം. പ്രായത്തെയും അവളുടെ ചിന്തയെയും ബഹുമാനിക്കണം. അതുകാരണം അദ്ദേഹം അവളെ ഒന്നിനും നിർബന്ധിച്ചില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളെല്ലാം അവർ വാങ്ങിക്കൂട്ടി. അതിനുശേഷം ഒരു കടയിൽ പോയി ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചപ്പോഴും അവൾ മൗനത്തിലായിരുന്നു. പണ്ടത്തെ ചിരിയും കളിയും ഒന്നുമില്ല. അങ്ങനെ വീട്ടിലെത്തിയതും ഓരോ കാര്യങ്ങൾ വീണ്ടും തകൃതിയായിട്ട് നടന്നു. 2 ദിവസം കഴിഞ്ഞാൽ നിശ്ചയമാണ്. നിശ്ചയത്തിനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. അവൾക്ക് മാത്രം യാതൊരു ഒരുക്കവുമില്ല. ഫ്രണ്ട്സൊക്കെ അവളുടെ വീട്ടിൽ വന്നു. അവളോട് കുറച്ചു നേരം സംസാരിച്ചു. അവളെ ശകാരിച്ചു. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ, എന്തായാലും തീരുമാനിച്ചു. ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സന്തോഷത്തോടെ ഇരിക്കുക. അദ്ദേഹം നല്ലവനല്ലേ, നിന്നെ പൊന്നുപോലെ നോക്കും. നമ്മൾ ആഗ്രഹിച്ച് സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് വേറൊരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയമുണ്ടായല്ലോ. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ നേരിട്ട് കണ്ട് അറിഞ്ഞ ഒരാളല്ലേ. അപ്പം നിന്നെ നന്നായിട്ട് നോക്കും. നീ നന്നായിട്ടിരിക്കുക. അദ്ദേഹത്തിന് അത് വിഷമാവത്തില്ലേ നീ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ? കൂട്ടുകാരികൾ ആശ്വസിപ്പിച്ചു. അവരുടെ ആ ഒരു പ്രസൻസിൽ അവൾക്ക് കുറച്ചൊക്കെ ആശ്വാസം തോന്നി. അവൾ പിന്നീട് അവർ പോയി കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു, എന്തായാലും വിധി ഇങ്ങനെയായിരിക്കാം. അദ്ദേഹം തന്നെ തുടർന്ന് പഠിപ്പിക്കാനും എന്തിനും തയ്യാറാണ്. അവൾ കുറേയൊക്കെ സന്തോഷം അഭിനയിച്ചു. കാര്യം തനിക്ക് ഇഷ്ടമില്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അച്ഛനെയും അമ്മയും കുറ്റപ്പെടുത്തും. എന്തിനാ? അവർക്കൊരു പേരുദോഷം ഉണ്ടാക്കണ്ട. അവർക്ക് വേണ്ടിയിട്ടാണല്ലോ താൻ ജീവിക്കുന്നത്. അങ്ങനെ അവളും കുറച്ചൊക്കെ അഭിനയിക്കാൻ തുടങ്ങി. ഈ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ അവൾക്ക് സമയം വേണമെന്ന് രവിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നിശ്ചയമെത്തി. പ്രശസ്തമായൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു നിശ്ചയം. അവിടെ വെച്ച് മോതിരം കൈമാറ്റം നടത്തിയതും ചേട്ടൻ അവളുടെ കയ്യിലേക്ക് മോതിരം അണിഞ്ഞപ്പോൾ അവളുടെ കൈക്കൊരു വിറയൽ പോലെ തോന്നി. എന്താണ് തൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് അവൾക്ക് ടെൻഷനായി. കാരണം ചേട്ടൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥാനത്തേക്ക് വരികയാണ്. മോതിരമിട്ട് കഴിഞ്ഞതും അവൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖത്തും ഒരു പരിഭ്രമം അവൾ കണ്ടു. അവൾക്ക് അതിലും പരിഭ്രമമായിരുന്നു. അടുത്ത് ചേർന്നിരിക്കുന്നതും അവൾക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ സെഷനായിരുന്നു. 2 പേരും ചേർന്ന് നിൽക്കണമല്ലോ ഫോട്ടോ എടുക്കാൻ. രവിയേട്ടൻ അവളുടെ ഷോൾഡറിൽ കൈവച്ചു. അവൾക്ക് എന്തെന്നില്ലാത്ത വിറയൽ തോന്നി, വല്ലാത്ത ടെൻഷനും. അങ്ങനെ പലതരം ഫോട്ടോഷൂട്ടുകൾ അവിടെ നടന്നു. നിശ്ചയത്തിൻ്റെ ഫോട്ടോഷൂട്ടുകൾ എല്ലാം വെറൈറ്റി ആയിരുന്നു. ഫോട്ടോഗ്രാഫർക്ക് വേണ്ടിയിട്ട് അവൾ എല്ലാം അനുസരിച്ചു. അയാൾ അവളുടെ ദേഹത്ത് തൊടുന്ന ഫോട്ടോ സെക്ഷനൊക്കെ അവൾക്ക് വല്ലാത്ത ടെൻഷൻ അനുഭവപ്പെട്ടു. അവൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. എങ്ങനെ താൻ ഈ പെൺകുട്ടിയെ ഭാര്യയായി കാണും? അയാൾ ചിന്തിച്ചു. അങ്ങനെ നിശ്ചയം കഴിഞ്ഞു. അയാൾ ഇടയ്ക്കൊക്കെ അവളെ ജോലിസ്ഥലത്ത് നിന്നും വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത സ്റ്റോറിയായിട്ട് കേൾക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.